എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ജീവിതത്തിൽ നമുക്ക് ചുറ്റും ഒരുപാട് സ്രോതസ്സുകളുണ്ട്. നമുക്ക് വിജയിക്കാനും ലക്ഷ്യത്തിലെത്താനും അവ ശരിയായി നമ്മൾ ഉപയോഗിക്കണം. എന്നാൽ പലപ്പോഴും അവ തിരിച്ചറിയാനും ഉപയോഗപ്പെടുത്താനും നമുക്ക് സാധിക്കാതെ പോകുന്നുണ്ട്. നമുക്ക് ഒരു കഥയിലൂടെ അത് പറഞ്ഞു പോവാം. ഒരു അച്ഛനും ഒരു കുട്ടിയും കാട്ടിലൂടെ നടന്നു പോവുകയായിരുന്നു. പോകുന്ന വഴിയിൽ താഴ്ന്നു നിൽക്കുന്ന ഒരു മരച്ചില്ല കുട്ടിയുടെ കണ്ണിൽ കണ്ടു. അവനത് ഒടിക്കണമെന്ന് തോന്നി. കുട്ടി അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് ആ മരക്കൊമ്പ് ഒടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഞാനും ശ്രമിക്കട്ടെ അച്ഛാ. ഇത് കേട്ട അച്ഛൻ പറഞ്ഞു, അതിനെന്താ മോനെ, നീ ഒടിച്ചോളൂ, നിന്നെ കൊണ്ട് സാധിക്കും. ഇത് കേട്ടപ്പോൾ അവന് വളരെയധികം സന്തോഷം തോന്നി. അവനേക്കാൾ ഉയരത്തിലാണ് മരക്കൊമ്പ് താനും. ആ കുട്ടി മരക്കൊമ്പ് പിടിക്കാനായി ചാടി. എന്നാൽ അവൻ പരാജയപ്പെട്ടു. അവൻ വീണ്ടും ശ്രമിച്ചു. അപ്പോഴും പരാജയപ്പെട്ടു. കുട്ടി നിരാശനായി. ഇത് കണ്ട അവൻ്റെ അച്ഛൻ പറഞ്ഞു, നിന്റെ പൂർണ്ണ ശക്തിയും ഉപയോഗിക്കുമോന്. ഇത് കേട്ടതോടെ മകൻ്റെ ആത്മവിശ്വാസം ഒന്നുകൂടി വർദ്ധിച്ചു. അവൻ വീണ്ടും വീണ്ടും ചാടി. ഒടുവിൽ കുട്ടി ആ കൊമ്പിൽ പിടിച്ചു. എന്നാൽ ആ കൊമ്പ് ഒടിക്കാൻ കുട്ടിക്ക് സാധിച്ചില്ല. അവൻ അച്ഛനോട് വീണ്ടും പറഞ്ഞു, എനിക്ക് ഈ ചില്ല ഒടിക്കാൻ സാധിക്കുന്നില്ല അച്ഛാ. അച്ഛൻ വീണ്ടും അവനോട് പറഞ്ഞു, നിന്റെ സർവ്വശക്തിയും ഉപയോഗിച്ചാൽ സാധിക്കും. അത് കേട്ട് കുട്ടി വീണ്ടും ഒടിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയമായിരുന്നു ഫലം. അവൻ കരഞ്ഞുകൊണ്ട് അച്ഛനോട് വീണ്ടും പറഞ്ഞു, എന്നെ പറ്റിക്കുകയായിരുന്നു അല്ലേ അച്ഛാ. ഇത് ഓടിക്കാൻ എനിക്കാവില്ല, എനിക്കതിനുള്ള ആരോഗ്യമില്ല. അച്ഛൻ അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് പുറത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു, നിന്റെ സർവ്വശക്തി ഉപയോഗിക്കാനാണ് ഞാൻ പറഞ്ഞത്. നിന്റെ അച്ഛനായ ഞാൻ നിന്റെ ശക്തിയല്ലേ. നീ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കുമായിരുന്നു. നമ്മൾ ഒരുമിച്ച് അത് ഒടിക്കുമായിരുന്നു. പക്ഷെ നീ എന്നോട് അത് ആവശ്യപ്പെട്ടില്ല. പലപ്പോഴും ഇതുപോലെയുള്ള സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാകാം. നമുക്ക് ചുറ്റുമുള്ള സഹായഹസ്തങ്ങളെ നമ്മൾ തിരിച്ചറിയാതെ പോകും. എനിക്കത് ചെയ്യാൻ കഴിവില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കാനാണ് പലർക്കും താല്പര്യം. എന്നാൽ നമുക്ക് മുന്നോട്ട് കുതിക്കുവാൻ നമ്മളെ കൊണ്ട് അത് കഴിയില്ലെങ്കിൽ ആവശ്യമായ സഹായഹസ്തങ്ങൾ നമ്മുടെ ചുറ്റിലും ഉണ്ട്. അങ്ങനെ ചുറ്റിലും ആളുകളുള്ളതും നമ്മുടെ കരുത്താണ്. അത് നമ്മൾ തിരിച്ചറിയണം. ആ സ്രോതസ്സുകളുടെ, ആ കരുത്തുകളുടെ, ആ സ്നേഹപ്രകടനങ്ങളെ നമ്മൾ ഫലപ്രദമായി ഉപയോഗിച്ചു വിജയത്തിലെത്തുന്നതിലാണ് നമ്മുടെ മിടുക്ക് കുടികൊള്ളുന്നത്.